നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ജോലിയല്ല, അല്ലെങ്കിൽ നമ്മൾ ജോലിയിൽ നമ്മൾ സക്സസ്ഫുൾ ആകുന്നില്ല, എന്തൊക്കെ ചെയ്തിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പൊസിഷനിലോട്ട് നമുക്ക് എത്താൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് തന്നെ അവിടെ ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് ഇത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു തോന്നൽ. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂസ്, അല്ലെങ്കിൽ ഒരു നമുക്ക് മെന്റലി നമ്മൾ പറയില്ല, മെന്റലി ഞാനൊരു സ്റ്റക്കായ പോലെയാണ് തോന്നുന്നത്, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് കഴിവുകളുണ്ട് പക്ഷെ എനിക്കിത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ചില ആളുകൾക്ക് മണി ബ്ലോക്ക് ആയിരിക്കും, ചിലർക്ക് എപ്പോഴും എവിടെ ചെന്നാലും റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആയിരിക്കും, ചിലർക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ലായിരിക്കും. അതായത് ലൈഫിൽ നമുക്കൊരു അൺസർട്ടിനിറ്റി നമുക്ക് വരും. നമുക്ക് തന്നെ മനസ്സിലാകും ഈ പാറ്റേൺസ് എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നുണ്ടല്ലോ, എനിക്ക് എപ്പോഴും ഭയങ്കര അമിതമായിട്ടൊരു പേടി ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ ഇത് ഈ വ്യക്തി അല്ലെങ്കിൽ ആ വ്യക്തിക്ക് പകരം വേറൊരു വ്യക്തി എൻ്റെ ലൈഫിൽ വരുന്നു, ആ സെയിം അനുഭവങ്ങളാണ് എനിക്ക് കിട്ടുന്നത്. ഈ സാഹചര്യങ്ങൾ മാറി മാറി വന്നാലും അത് നമ്മളുടെ ലൈഫിൽ ആ ഒരു പാറ്റേൺ ഉണ്ടായിരിക്കും, റിപ്പീറ്റ് ചെയ്യുന്ന ചില സാധനങ്ങൾ. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങൾ ഏതെങ്കിലും ഒരു ഏരിയയിൽ നിങ്ങൾ സ്റ്റക്കാണ്, നിങ്ങളുടെ ഉള്ളിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നമ്മുടെ ലൈഫിൽ നമ്മുടെ ചില കാര്യങ്ങളിൽ നമ്മൾ ഓക്കെ അല്ല, അതായത് എനിക്ക് കഴിവുണ്ട് പക്ഷെ എനിക്കിത് ചെയ്യാൻ പറ്റുന്നില്ലെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ അത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് ഈ സബ് കോൺഷ്യസ് മൈൻഡ് റീപ്രോഗ്രാമിംഗ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്.